ബീഫ് എന്ന് കേട്ടാലേ BJP വാളെടുക്കും. അതാണ് കേരളം വിട്ടാലുള്ള അവസ്ഥ. ഇപ്പോഴത്തെ വിഷയവും ബീഫ് തന്നെയാണ്. ഇന്ത്യ മുന്നണി ബീഫിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിക്കാനുള്ള അനുമതി എല്ലാവർക്കും നൽകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന് മൊറാദാബാദിൽ നടന്ന BJP പ്രചരണ പരിപാടിക്കിടെ യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നാണം കെട്ട കോൺഗ്രസ് ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകുമെന്ന വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. കശാപ്പുകാരുടെ കയ്യിലേക്കാണ് പശുവിനെ കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യ ഇത് അംഗീകരിക്കുമോ? ഗോമാതാവിനോടുള്ള ആരാധന കാരണം ഹിന്ദു ആചാരം പിന്തുടരുന്ന രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ ബീഫ് കഴിക്കാത്തവരാണ്. ന്യൂനപക്ഷങ്ങളെ പരിഗണിച്ച് കോൺഗ്രസ് ബീഫ് കഴിക്കാനുള്ള ഇളവ് നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നാണ് ആദിത്യനാഥ് വിമർശിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയും ബീഫിനെ പറ്റി പരാമർശമില്ല എന്നിരിക്കെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BJP നേതാവ് നടത്തിയത് മോദിയെ പോലെ നുണപ്രചരണം എന്ന് സാരം. പല സംസ്ഥാനങ്ങളിലും ഗോവധവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യത്യസ്തമാണ്. എന്നാൽ കർശന നിയമങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഭേദഗതി ചെയ്യപ്പെട്ട ഗോവധ നിരോധന നിയമം അനുസരിച്ച് UPയിൽ ഗോവധം നടത്തുന്നവർക്ക് 3 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും വരെ ലഭിക്കും. എന്തായാലും പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ യോഗിക്ക് പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നുണകൾ വിളിച്ചു പറഞ്ഞ മോദിക്ക് വരെ കോൺഗ്രസ് 8ന്റെ പണി കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ്. സ്ഥാനാർത്ഥിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനുമെതിരെ കോൺഗ്രസ് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി BJP നേതാക്കൾക്കുമെതിരെ പാർട്ടി പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെയുള്ള ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ അമിത് പഥാക്കർ 3 പേജുള്ള പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ ഗോവ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിരിറ്റോ ഫെർണാണ്ടസിനെതിരെയാണ് മോദിയും സാവന്തും വ്യാജ പ്രചരണം നടത്തിയത്. ഫെർണാണ്ടസ് നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് വ്യാജ പ്രചരണം. ഈ ഭാഗങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഭരണഘടനയോട് ബഹുമാനമില്ലെന്ന് വരുത്തി തീർക്കാനാണ് BJP ശ്രമമെന്ന് കോൺഗ്രസ് പരാതിയിൽ പറയുന്നുണ്ട്. മുൻ സൈനികനായ ഫെർണാണ്ടസ് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തയാളാണ്. ഭരണഘടനയ്ക്ക് വലിയ ബഹുമാനമാണ് അദ്ദേഹം നൽകുന്നത്. എന്നാൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ച് വ്യാജ പ്രചരണം നടത്തുകയാണ് മോദി ചെയ്തതെന്നും ഗുരുതരമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് മോദിയിൽ നിന്നും ഉണ്ടായതെന്നും പരാതിയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏപ്രിൽ 23-ന് BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടി പറയുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെർണാണ്ടസിനെതിരെ രംഗത്ത് വന്നത്. 1961-ൽ ഗോവ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യൻ ഭരണഘടന അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്ന് ഫെർണാണ്ടസ് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു മോദിയുടെ പ്രസ്താവന. ഇത് ഇന്ത്യയെയും അംബേദ്കറെയും അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും സമാനമായ പ്രസ്താവന Xലൂടെ നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് കോൺഗ്രസ് തിരിഞ്ഞിരിക്കുന്നത്.